ഞാൻ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നിടത്തോളം കാലം തീരുമാനങ്ങളിലും അവ നടപ്പാക്കുന്നതിലുമൊക്കെ എന്റെ ശരിക്ക് മാത്രമായിരിക്കും സ്ഥാനം. ഇങ്ങനെയുള്ള പെരുമാറ്റമാണ്, മര്യാദയില്ലാത്ത പെരുമാറ്റമാണ് എന്ന് തുറന്നടിക്കാൻ ഇപ്പോൾ അംഗങ്ങൾക്ക് ഭയമില്ലാതായിരിക്കുകയാണ്. അവന്റെ ഒരു അധികാരവും പരിധി വിട്ടുള്ള പെരുമാറ്റം ഒന്നും എനിക്ക് അങ്ങോട്ട് സൂചിക്കുന്നില്ല. ഇത് കൂരമ്പുകളാണ് എന്നുള്ളതല്ല, വിമർശനമാണ്, കൃത്യമായ വിമർശനമാണ്. ആ വിമർശനത്തിൽ നന്നായില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഇനി CPIM എന്ന് പറയുന്നത് വളരെ അപ്രസക്തമാവുകയും ആ ഒരു പാർട്ടി നാശോന്മുഖമാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. ഇതുപോലൊരു നാറിയ ഭരണം എന്തിനാ നിങ്ങൾ നാട്ടുകാരെ കൊണ്ട് വെറുതെ പറയിപ്പിക്കുന്നത്? ഇനി ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും അത് രണ്ടും നമ്മൾ പലതവണ താരതമ്യം ചെയ്തിട്ടുള്ളതാണ്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് എങ്ങനെയാണ് ജനങ്ങളോട് ഇടപെട്ടത്, ഇയാൾക്ക് എന്താ വട്ടുണ്ടാ? രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തേക്ക് വരുമ്പോൾ രണ്ടാമത്തെ മാൻഡേറ്റ് കിട്ടുമ്പോൾ കുറച്ചുകൂടി അഹങ്കാരം കൂടുകയാണ്. നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ്. സംസാര ശൈലി മാറുകയാണ്, മര്യാദ മറക്കുകയാണ്. അതിനെതിരെയാണ് ഇപ്പോൾ അംഗങ്ങൾ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. നാട്ടുകാരൊക്കെ ഓരോന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കണം. പിന്നെ പറയാണ്ടിരിക്കോ? എന്തായാലും നമ്മൾ ആകെ വഷളായി. മൈക്കൊന്നു കൂവിയതിന് എങ്ങനെയാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത് എന്നുള്ളത് നമ്മളും ചർച്ച ചെയ്തതാണല്ലോ. അത് പാർട്ടിയും ചർച്ച ചെയ്യുകയാണ്. മുഖ്യമന്ത്രിക്ക് നമ്മൾ അരിശം വന്ന് പോയി എവിടം വരെ അരിശം വരാം എന്നുള്ളത് മൈക്ക് വരെ എന്നതാക്കി ഈ നാട് കണ്ടതിൽ വെച്ച് ഏറ്റവും അലവലാതി മുഖ്യമന്ത്രിയായിരിക്കും ഞാൻ പഴഞ്ചൊല്ലൊക്കെ തിരുത്തേണ്ട സാഹചര്യമാണ്. അപ്പോൾ ആ അരിശം മുഴുവൻ മൈക്കിനോട് വരെ തീർക്കുകയാണ്. അങ്ങനെയുള്ള ഒരാളെ എന്തിനാണ് കേരളം ഇനിയും മുഖ്യമന്ത്രി സ്ഥാനത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത്? തലക്കോളമാണെങ്കിൽ ഈ വീട്ടിലിരിക്കാൻ പറഞ്ഞാൽ അതും കേൾക്കുകയാണ്.